Hello, Assalamu alaikum. Once again, welcome back to Hasna's Henna Hut. ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. പിസ്ത ഫ്ലേവറിലുള്ള ലെച്ചസ് കേക്കാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെയുള്ള ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടിയിട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഞാനിവിടെ ഇതൊരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. മൂന്ന് പ്രാവശ്യം അരിച്ചതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തിളപ്പിച്ചിട്ട് ആറിയ പാലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള മൈദയുടെ കൂട്ട് ഒരു സ്പാച്ചുല യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഡയറക്ഷനിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പിസ്തയുടെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മിക്സ് ഞാനിവിടെ ഒരു കേക്ക് മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പുഡിംഗ് ട്രേ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മൗൾഡിൽ ബേക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ഇതുപോലെ 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ് ലോ ഫ്ലെയിമിൽ. ഇതിലേക്ക് നമ്മൾ ഈ ഒരു ട്രേ ഇറക്കി വെക്കാം. എന്നിട്ടൊരു 30 തൊട്ട് 40 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുന്ന ടൈം നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചിരിക്കും. എനിക്കൊരു 40 മിനിറ്റോളം എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും ബേക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു സ്ക്വയർ വെച്ചിട്ട് ഞാനിവിടെ കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ ഇതിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമുക്കിനി ലെച്ചസ് കേക്കിൻ്റെ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും അതിലേക്ക് 1 കപ്പ് പാലും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ഡ്രോപ്പ് പിസ്ത എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം ഞാനിവിടെ കേക്ക് ഒരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സിറപ്പ് ഇതിൻ്റെ മേലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ പുഡിംഗ് ട്രേ മൗൾഡിനേക്കാളും കുറച്ചും കൂടി വലുതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എക്സ്ട്രാ സ്പേസ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ട ക്രീം ഉണ്ടാക്കാം. ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമിലേക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല ക്രീമി ആയിട്ട് വരും. അപ്പം ഞാനിത് 2 പാർട്ടാക്കിയിട്ടുണ്ട് ക്രീം. അതിലൊരു ക്രീമിലേക്ക് നമ്മൾ നേരത്തെ പിസ്ത എസൻസ് കുറച്ച് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഗ്രീൻ കളറാക്കി എടുത്തിട്ടുണ്ട്. ഈ 2 ക്രീമും ഒരുമിച്ചൊരു പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്തിട്ടാണ് ഞാനിവിടെ ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്രീനും വൈറ്റും കൂടി ഒരുമിച്ച് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതിന് മേലെ ജസ്റ്റ് ക്രഷ് ചെയ്ത പിസ്താഷ്യോ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് റോസ് പെറ്റൽസും കൂടി വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡ്രൈ റോസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ സാധാ റോസിൻ്റെ പെറ്റൽസാണ് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്ലൈസിൻ്റെ മേലേക്കായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സിറപ്പ് ഇതിൻ്റെ മേലെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലെച്ചസ് കേക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, take care. Thank you.